പരീക്ഷിത് മഹാരാജാവ് ശ്രീശുകനോട് ചോദിക്കുകയാണ്, അല്ലയോ ഗുരുനാഥ, ആ ഏറ്റവും മൂത്ത പുത്രനായ ആ പ്രിയവ്രതൻ്റെ കഥ, സാക്ഷാൽ ഭാഗവതനായ ഭഗവാനെ മാത്രം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രിയവ്രതൻ്റെ കഥ എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീശുക ബ്രഹ്മർഷിയെ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയവ്രതൻ ജനിച്ചപ്പോൾ ശേഷം യുവാവൊക്കെ ആയപ്പോൾ തനിക്ക് ഈശ്വരന് മാത്രമേ ഇനി ആശ്രയമുള്ളൂ, ഈശ്വരന് കൂടെ എൻ്റെ ജീവിത ലക്ഷ്യം സാധ്യീകരിക്കുമുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് തപസ്സിനായിട്ട് ഗന്ധമാദന പർവ്വതത്തിൽ പോവുകയാണ്. അവിടെ കുറേ നാളിങ്ങനെ തപസ് ചെയ്തു. തൻ്റെ പിതാവായ ആ സായംഭൗമന് വന്ന് പറഞ്ഞു, മോനെ, ഈ ഭൂമിയെ സംരക്ഷിച്ച് ഭരിക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വമാണ്. നീ ഇപ്പോൾ കാട്ടിൽ നിന്ന് തപസ് ചെയ്താൽ ആ കാര്യം ആര് നിർവഹിക്കും? ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഈശ്വര സാക്ഷാത്കാരം, ഈശ്വരനെ അറിയാൻ വേണ്ടി ഞാൻ തപസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. ആ പിതാവിൻ്റെ ആജ്ഞയെ യാതൊരു വിലയും കൊടുക്കാതെ അവഗണിച്ചു. എനിക്ക് ഇതിനാണ് താല്പര്യമില്ല എന്ന് പറഞ്ഞു. വളരെ വിഷണ്ണനായ പിതാവ് തൻ്റെ അച്ഛനായ ബ്രഹ്മദേവനോട് എന്ന് പറഞ്ഞു, പിതാമഹ, എൻ്റെ ആ പുത്രൻ കാട്ടിൽ പോയി തപസ്സിരിക്കുകയാണ്. ഈ രാജ്യഭരണത്തിലോ ഗൃഹസ്ഥാശ്രമ ശർമ്മത്തിലോ ഒന്നും താല്പര്യമില്ലാതെ അവൻ വനത്തിൽ പോയി തപസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ആ പിതാമഹൻ തൻ്റെ പൗത്രൻ്റെ ആജ്ഞയെ വേണ്ട കാര്യത്തിൽ നയിക്കുന്നതിന് വേണ്ടി, ഈശ്വരോന്മുഖമാക്കുന്നതിന് വേണ്ടി പൗത്രൻ്റെ അടുക്കള വരികയും പറയും, മോനെ, നീ എന്തിനാ അവിടെ ഇരിക്കുന്നേ? ഞാൻ തപസ് ചെയ്യുക, ഭഗവാനെ തപസ് ചെയ്യുക. ഭഗവാനെ തപസ് ചെയ്യാനായിട്ട് ഈ കാട്ടിൽ വരണമെന്നില്ല, ഗൃഹത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ, ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ഭഗവാനെ തപസ് ചെയ്യണം. ഈ കാട്ടിൽ ഇങ്ങനെ വന്നിരുന്ന ഇവിടെ യാതൊന്നും നിനക്ക് നിന്റെ ഇന്ദ്രിയങ്ങളെ മോഹിപ്പിക്കുന്ന വിഷയങ്ങൾ ഒന്നുമില്ല. പക്ഷേ ആ ഗൃഹത്തിലാകുമ്പോൾ പല പല വിഷയങ്ങളും പല കാര്യങ്ങളും നിനക്ക് അനുഭവിക്കേണ്ടിയും വരും. അപ്പം അതിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട്, ഇന്ദ്രിയ നിഗ്രഹവും ചെയ്തുകൊണ്ട്, ഇന്ദ്രിയത്തിനെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ചുകൊണ്ട്, അതിന് വേണ്ടതായ നിയന്ത്രണം കൊടുത്തുകൊണ്ട് നീ ഈശ്വരനെ ഭജിക്കണം. നമ്മൾ ഒരു ഗ്രൗണ്ടിലൊക്കെ ചെന്നാൽ ഡ്രൈവിങ് എടുക്കുമ്പോഴും എച്ചെടുക്കാനൊക്കെ അവിടെ വേറെ തടസ്സമൊന്നുമില്ല, ആർക്കും എച്ചെടുക്കാം, എട്ടെടുക്കാം, എന്തും എടുക്കാം. പക്ഷേ ഈ 4 കൂടിയ വാഹനങ്ങൾ പോകുന്ന ജംഗ്ഷനിൽ തൻ്റെ ഈ വാഹനം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാതെ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാകും, ഈ വാഹനത്തെ വേണ്ട രീതിയിൽ നയിച്ചു കൊണ്ടുപോയി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ഉത്തമനായ ഭാഗവത ഭക്തൻ്റെ കടമ. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് തപസ് ചെയ്യണ്ട, നീ വനത്തിൽ കുടുംബത്തിൽ വന്ന് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് അവിടെ ഇരുന്നുകൊണ്ട് നിനക്ക് തപസ് ചെയ്യണം, അതാണ് ജീവിതത്തിന് ശ്രേഷ്ഠം എന്ന് പറഞ്ഞ് ആ പൗത്രനെ കൊണ്ടുവരികയാണ്. ഇങ്ങനെ ആ പ്രിയവ്രതൻ തൻ്റെ രാജധാനിയിലെത്തിയിട്ട് വേണ്ട രീതിയിൽ രാജ്യം ഭരിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം വിശ്വകർമാവിൻ്റെ പുത്രിയായ ബർഹിഷ്മതിയെ വിവാഹം കഴിച്ചു. വിവാഹമൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ പ്രിയവ്രതൻ ബർഹിഷ്മതിയെ വിവാഹം കഴിച്ചു. അതിൽ അദ്ദേഹത്തിന് 10 പുത്രന്മാരും ഒരു പുത്രിയുണ്ടായി. അഗ്നീന്ദ്ര, ഇക്മജിഹ്വ, യജ്ഞബാഹു, മഹാവീരൻ, ഹിരണ്യരേതസ്, കൃതപൃഷ്ടൻ, സവനൻ, മേധാതിഥി, വീതിഹോത്രൻ, കവയ, ഇങ്ങനെ 10 പുത്രന്മാരും ഊർജസ്വതി എന്ന ഒരു പുത്രിയും ഉണ്ടായി. ഈ 10 പുത്രന്മാരിൽ കവി, മഹാവീരൻ, സവനൻ ഇവർ പരമഭാഗവതരായിട്ട് ഭഗവാനെ തപസ് ചെയ്യാനായിട്ട് പോയി. ബാക്കി 7 പേരെ ഈ പ്രിയവ്രതൻ രാജ്യത്തിൻ്റെ ഈ ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് അവരെ രാജാവായിട്ട് അത് വാഴിച്ചു. ഈ പ്രിയവ്രതൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സൂര്യനെ പോലെ തേജസ്സുള്ള ഒരു സൂര്യഗ്രഹം ഉണ്ടാക്കി. എന്നിട്ട് തൻ്റെ ആ സൂര്യഗ്രഹത്തിൽ ഭൂമിയിൽ 7 പ്രാവശ്യം വലം വെച്ചു. ഇങ്ങനെ 7 പ്രാവശ്യം വലം വെച്ച ആ ഭാഗങ്ങളെല്ലാം 7 സമുദ്രങ്ങളായിട്ട് മാറി. ബാക്കിയുള്ള ഭാഗം 7 മഹാദ്വീപുകളുമായിട്ട് മാറി. അങ്ങനെയാണ് ഭൂമിയുടെ ഘടന ഈ പ്രിയവ്രതൻ നടത്തിയത്. ഭൂസംസ്ഥാനം കൃതയേന സഗിരി വനാദിപിം സീമാജഭൂത നിർവൃതൈ ദീപേ ദീപേ വിഭാഗശ. 7 സപ്തദ്വീപുകളും 7 സാഗരങ്ങളും ഉണ്ടാക്കി. അങ്ങനെ ഈ ഭൂഗോളത്തെ വേണ്ട വിധത്തിൽ രാജ്യഭരണമൊക്കെ നടത്തി. തൻ്റെ പ്രജകൾക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ അനുഷ്ഠിച്ചുകൊണ്ട്
എല്ലാവർക്കും ധർമ്മവും വേണ്ടതായ നീതി നിയമങ്ങളും ഒക്കെ അനുശാസിച്ചുകൊണ്ട് തൻ്റെ ധർമ്മത്തെ, ആ രാജ്യഭരണമെന്ന ധർമ്മത്തെ നിർവഹിക്കുകയും അതോടുകൂടി തൻ്റെ ഗൃഹസ്ഥാശ്രമവും വഴിക്കുകയാണ്. അദ്ദേഹത്തിന് വേറൊരു ഭാര്യയിൽ ആസൻ, ഉത്തമ, താമസ, രൈവതൻ എന്നുപേര് 3 പുത്രന്മാരും ഉണ്ടായി. അവർ മന്വന്തര അധിപന്മാരായിട്ട് വാണു. ഈ 3 പേരും, ഉത്തമൻ, താമസൻ, രൈവതൻ, ഇവർ മന്വന്തരത്തിൻ്റെ അധിപന്മാരായിട്ട് വാഴുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രനാണ് അഗ്നീന്ദ്രൻ. ഈ പ്രിയവ്രതൻ തൻ്റെ രാജ്യമൊക്കെ പരിപാലനം ചെയ്തിട്ട് ഇനി തനിക്ക് ഈ ഗൃഹസ്ഥാശ്രമം ആവശ്യമില്ല എന്ന് തീരുമാനിച്ചിട്ട് തൻ്റെ മൂത്ത പുത്രനായ അഗ്നീന്ദ്രനെ രാജാവാക്കിക്കൊണ്ട് അദ്ദേഹം വീണ്ടും തപസ്സനായിട്ട് പോവുകയാണ്. അഗ്നീന്ദ്രനാണ് പിന്നെ രാജ്യഭരണമൊക്കെ ഏറ്റെടുത്തത്. അദ്ദേഹം പൂർവചിത്തി എന്നൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അതിൽ നാഭി എന്നൊരു പുത്രനുണ്ടായി. ആ നാഭി മേരുദേവി എന്ന പുത്രിയെ വിവാഹം കഴിച്ചു. ഇങ്ങനെ നാഭിയും മേരുദേവിയും കൂടെ തൻ്റെ ഗൃഹസ്ഥി വസിക്കുമ്പോൾ അവർക്ക് അനപത്യ ദുഃഖം, പുത്രനില്ല എന്നുള്ള ദുഃഖമുണ്ടായി. എത്ര നാൾ ചെയ്തിട്ടും ഭഗവാനെ സേവിച്ചിട്ടും അവർക്ക് ഒരു പുത്രൻ ഉണ്ടായില്ല. അവരതിനു വേണ്ടി ഭഗവാനെ തപസ് ചെയ്യാണ്. ഭഗവാനെ തപസ് ചെയ്യപ്പോൾ ഭഗവാൻ ആ തപസ്സിൽ സംപ്രീതനായിട്ട് അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് കുഞ്ഞെ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഭഗവാനെ പോലൊരു പുത്രനെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, എന്നെ പോലൊരു പുത്രനെ വേറെ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് പുത്രനായി പിറക്കാം എന്ന് ആ ഭഗവാൻ അരുളി ചെയ്യുകയും അങ്ങനെ നാഭിയുടെയും മേരുദേവിയുടെയും പുത്രനായിട്ട് ഭഗവാൻ ഋഷഭദേവനായിട്ട് അവതരിക്കുകയും ചെയ്തു. അതാണ് ഇന്നലെ നമ്മൾ വരെ പാരായണം ചെയ്ത നൃത്യഭാഗം. ആ ഋഷഭാവതാരത്തോടെയാണ് പാരായണം ചെയ്തത്. അങ്ങനെ ആ ഋഷഭദേവൻ ഋഷഭന് ശ്രേഷ്ഠൻ എന്നുള്ളയാളാണ്. അദ്ദേഹം ഇന്ദ്രൻ്റെ രാജധാനിയുള്ള ജയന്തിയെ വിവാഹം കഴിച്ചു. ജയന്തി, അദ്ദേഹത്തിന് 100 പുത്രന്മാരുണ്ടായി. 1ഉം 2ഉം അല്ല, 100 പുത്രന്മാർ. അതിൽ 9 പേര് നവയോഗികളായിട്ട്, പരമഹംസ ഭാഗവതന്മാരായിട്ട് നവയോഗികളായിട്ട് മാറിപ്പോയി. കവിർ, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ, ഇങ്ങനെ നവയോഗികളായിട്ട് മാറിപ്പോയി. അവരെ ഏകാദശ സ്കന്ധത്തിലെ നമുക്ക് അവരെ കാണാം. പോയിട്ട് 81 പേര് മഹാബ്രാഹ്മണരായിട്ട് മാറുകയും ചെയ്തു. ഭരതനുമുണ്ട്. ഈ 100 പേരെയും ഋഷഭദേവൻ വിളിച്ചിട്ട് തൻ്റെ പുത്രന്മാർക്ക് വേണ്ടതായ ഉപദേശങ്ങളെ കൊടുക്കുകയാണ്. ഒരു പുത്രൻ ഉണ്ടായാൽ, നമ്മൾക്കൊരു പുത്രിയല്ല പുത്രൻ ഉണ്ടായാൽ ആ കുഞ്ഞുങ്ങളെ വേണ്ട രീതിയിൽ ധർമ്മോപദേശത്തിൽ കൂടെ, ആചാരാനുഷ്ഠാനത്തിൽ കൂടെ വേണ്ട രീതിയിൽ നേർവഴിക്ക് നടത്തുക എന്നുള്ളത് ഓരോ മാതാപിതാവിൻ്റെയും കർത്തവ്യമാണ്. ആ ഋഷഭദേവൻ തൻ്റെ പുത്രന്മാരെ എല്ലാം വിളിച്ച് ഇരുത്തിയിട്ട് അവർക്ക് വേണ്ടി ഉപദേശം കൊടുക്കുകയാണ്. നായം ദേഹോ ദേഹഭാജം ത്രിലോകേ കഷ്ഠൻ കാമാനർഹതേ വിഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേത് യസ്മാ ബ്രഹ്മസൗഖ്യം ത്വനന്തം. അല്ലയോ പുത്രന്മാരെ, നിങ്ങൾ ഭഗവാനെ തപസ് ചെയ്ത് അനന്തമായ ബ്രഹ്മസൗഖ്യം, ബ്രഹ്മാനന്ദം നേടുക. അതാണ് നിങ്ങൾക്കുള്ള ധർമ്മം. അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. വേണ്ട രീതിയിൽ, വേണ്ട സമയത്ത്, വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്താലേ അവർക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. പ്രഹ്ലാദൻ തന്നെ പറയുന്നുണ്ട്, അതായത് കൗമാരം ആചരേ പ്രാജ്ഞാൻ ഭാഗവതാനിക. കൗമാരത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലേ അവരത് മനസ്സിലാക്കിയിട്ട് വീണ്ടും അവരുടെ ജീവിതത്തിലൊരു പ്രായോഗികമാക്കുകയും അതിൽ കൂടി അവർ ജീവിത വിജയം നേടുകയുണ്ടെങ്കിൽ
നമ്മൾ കൊച്ചിലെ പറഞ്ഞു കൊടുക്കണം. ഒരു 10 വയസ്സിന് മുമ്പായിട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ 10 വയസ്സിൽ മുൻപായിട്ട് പറഞ്ഞു കൊടുത്താലേ അവരുടെ മനസ്സിലത് രൂഢമൂലമാകുകയുള്ളൂ, അത് അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുള്ളൂ. സന്താനം എന്ന് പറഞ്ഞാൽ സന്താനമുണ്ട്, പുത്രന്മാരുമുണ്ട്, പുത്രികളുമുണ്ട്. സന്താനം എന്ന് പറഞ്ഞാൽ തൻ്റെ അച്ഛനും അമ്മയും ഏത് പരമ്പരയിലാണോ ജീവിക്കുന്നത്, അവർ ഏതേതു ധർമ്മ അനുശാസനത്തിൽ കൂടെയാണോ വളരുന്നത്, തൻ്റെ പുത്രനെയും ആ വഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കടമ. താൻ ഏത് ധർമാനുശാസനത്തിൽ കൂടെ പോകുന്നുവോ, ഏതൊക്കെ ധർമ്മങ്ങളെ അനുഷ്ഠിക്കുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതോ, ആ വക കാര്യങ്ങൾ തൻ്റെ പുത്രന്മാർക്കും പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ പുത്രിമാർക്കും പറഞ്ഞു കൊടുത്ത് ആ വഴി നേരാവണ്ണം അവരെ നടത്തുക എന്നുള്ളതാണ് ഓരോ മാതാപിതാവിൻ്റെയും കടമ. ഇന്നുള്ള ഓരോ മാതാപിതാക്കളും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. പണ്ടത്തെ അമ്മമാരൊക്കെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നതിനെ കൂടെ തന്നെ ഒരു സംസ്കാരവും അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. കുഞ്ഞുങ്ങളെ കയ്യിൽ മടിയിൽ ഇങ്ങനെ എടുത്തിട്ട് ആഹാരമൊക്കെ ചോറൊക്കെ ഉരുട്ടിയിട്ട് ഇങ്ങനെ മുറ്റത്തുമൊക്കെ നടന്നിട്ട് മോന് കഴിച്ചോ ഒരു ഉരുള, എന്നിട്ട് കൊടുക്കും. അത് കാക്കയ്ക്ക്, ഇത് പട്ടിക്ക്, ഇത് പൂച്ചയ്ക്ക്. മറ്റുള്ളവർക്കും കൊടുത്തു പഠിക്കാനുള്ള ഒരു ബോധം അവരെ ഇതിൽ കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ സ്വയം അനുഭവിച്ച് അവരെ മനസ്സിലാക്കുകയാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്താലേ അവർ നല്ല സൽസ്വഭാവികളും സമ്പന്നമായ ആ സംസ്കാരത്തോടും കൂടി അവർ വളരുകയുള്ളൂ. ഇതിനു വേണ്ടിയാണ് നമ്മുടെ സനാതന ധർമ്മം പ്രവർത്തിക്കേണ്ടത്. ഈശ്വരാധീനം കൊണ്ട് ഇവിടെ അങ്ങനെ ഒരു സനാതന സ്കൂൾ നടക്കുകയും ആ രീതിയിൽ അനേകം കുഞ്ഞുങ്ങൾ ആ ഒരു മാർഗത്തിൽ കൂടെ വരികയും ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ അമ്മമാർ കൊടുക്കുന്നു, അവർ ഇപ്പം ആഹാരം എടുക്കും, മോനെ കഴിക്കൂട്ടാ, വേണ്ട, തുറക്കടാവാ, ഇല്ല, ഇതേ പട്ടി അവിടെ പൂച്ച കൊടുക്കും, ഒരു സന്യാസി അതിലെ പോലെ ഇതിനെ സന്യാസിക്ക് പിടിച്ചു കൊടുക്കും. ഇത് കേട്ട കുഞ്ഞ് നീ പൊളിക്കടാവാ കൊടുക്കും. കാക്കയ്ക്ക് ദേ ഇത് കൊടുക്കുക, ഇല്ലേ പൂച്ചയ്ക്ക് കൊടുക്കും, എന്നാൽ ഞാൻ കഴിക്കാം. അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കരുതെന്നുള്ള രീതിയിലാകണം. ഈ കുഞ്ഞ് വലുതാകുമ്പോഴും തൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ കൊടുക്കാതിരിക്കാനുള്ള ഒരു പ്രേരണയാണ് ഈ കുഞ്ഞിന് പാടുന്നത്. ആർക്കും ഒന്നും കൊടുക്കരുത്, എല്ലാം എനിക്ക് വേണം, തന്നിഷ്ടം തന്നെ കാണിക്കണം, തനിക്ക് മാത്രമേ ആകാവുള്ളൂ, മറ്റുള്ളവർക്ക് പാടില്ല. ഇങ്ങനെ ഓരോ സംസ്കാരമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ കൊടുക്കുന്നത്. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ കേരളത്തിലെ എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരും പല പരമ്പരയിൽപ്പെട്ട സന്യാസിമാരാണെങ്കിലും അവരെല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ധർമ്മ സന്ദേശം യാത്ര എന്നുള്ള യാത്ര സംഘടിപ്പിച്ചു. എന്തിനാണ് സന്യാസിമാരങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് ചോദിക്കാം. സന്യാസിമാരൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ധർമ്മത്തിന് എവിടെ ധർമ്മച്യുതി ഉണ്ടാകുന്നോ ആ ധർമ്മത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഭഗവാന്റെ ഇച്ഛയാൽ ഓരോരുത്തരും അവരുടെ ധർമ്മം അനുഷ്ഠിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ എന്ന് വളരെ ഭീകരമായ അവസ്ഥയാണ് നമ്മൾ കടന്നു പോകുന്നത്. വരും തലമുറകൾ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന കുട്ടികളും ആ രീതിയിൽ ജനിക്കുകയും അതിൽ നിന്നും വളരുകയും ചെയ്ത് ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ അതിനുള്ള കാര്യം ചെയ്താലേ പറ്റുള്ളൂ. അതിനുവേണ്ടി ആ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ധർമ്മ സന്ദേശ യാത്ര കേരളത്തിൽ അങ്ങോളം ഇങ്ങനെ നടക്കുകയും പല ആൾക്കാരെയും അതിൽ കൂടെ ബോധവൽക്കരിക്കുകയും ചെയ്തത്. ആ സന്ദേശത്തിൽ പൂജനീയായ ചിദാനന്ദ സ്വാമികൾ ഒരു നിർദ്ദേശം വയ്ക്കുകയുണ്ടായി. 4 സകാരങ്ങൾ നമ്മുടെ ഹിന്ദുക്കൾ അറിഞ്ഞിരിക്കണം: സംസ്കാരം, സമ്പത്ത്, സംഘടന, സന്താനം. വേണ്ട വിധത്തിൽ നമ്മൾക്ക് ജീവിക്കുന്നതിനാവശ്യമായ ധനസമ്പാദനം, ധാർമ്മികമായ മാർഗത്തിൽ കൂടെ ധനസമ്പാദനം നടത്തണം. ആ ധനസമ്പാദനത്തിൽ കൂടെ നമ്മുടെ ജീവിതം വേണ്ട വിധത്തിൽ കരുപ്പിടിപ്പിക്കുകയും ജീവിക്കുകയും ചെയ്യുക. ഇതിനു വേണ്ടി എന്തൊക്കെ ധാർമ്മികമായ പ്രവൃത്തി ചെയ്യാൻ പറ്റുമോ, അധർമ്മമായിട്ടല്ല, ആ ധർമ്മത്തിൽ കൂടെ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുമോ
ആ രീതിയിൽ ആ ധർമാനുഷ്ഠാനത്തോടു കൂടി പ്രവർത്തിക്കുകയും സമ്പത്ത് നേടുകയും ചെയ്യും. ആവശ്യം പോലെ സമ്പത്ത് നേടണം. നമ്മൾക്കും നമ്മുടെ പരമ്പരയ്ക്കും ജീവിക്കാൻ വേണ്ടിയുള്ള സമ്പത്ത് സമ്പാദിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഓരോ മാതാവിനും പിതാവിനുമാണ്. നമ്മൾ ചില കുഞ്ഞുങ്ങളെ ഈ നമ്മുടെ വളർത്തുമൃഗങ്ങളെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. കോഴിക്കുഞ്ഞുങ്ങളെ പണ്ടൊക്കെ വളർത്തുമായിരുന്നു. കോഴി മുട്ടയിട്ട് കഴിയുമ്പം അതിനെ വിരിയിച്ചിട്ട് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തും. കോഴിക്കുഞ്ഞുങ്ങൾ വളർന്നാൽ തള്ളക്കോഴിയുടെ കൂടെ ഇങ്ങനെ നടക്കും. എന്നിട്ട് ഈ തള്ളക്കോഴി എവിടെ ചകഞ്ഞു എന്നിട്ട് ആഹാരം കണ്ടു കഴിയുമ്പോൾ ബാബാ ദേ ഇവിടെയുണ്ട് ആഹാരം, കഴിച്ചു. കുറച്ച് കഴിയുമ്പോൾ വേറെ സ്ഥലത്ത് ചെന്നിട്ട് ദേ ഇവിടെയുണ്ട് ആഹാരം. ഈ കുഞ്ഞുങ്ങളിങ്ങനെ വളർന്നു വരികയും ആ കുഞ്ഞുങ്ങൾക്ക് സ്വയം തൻ്റെ കാലുകൊണ്ട് മണ്ണ് മാന്തി ആഹാരം കഴിക്കാൻ എപ്പോൾ അതിന് പ്രാപ്തിയാകുന്നോ ആ സമയം വരെ ഈ തള്ളക്കോഴി അതിനെ സംരക്ഷിക്കും. അതിന് സ്വയം ഈ തൻ്റെ പ്രാപ്തിയായെന്ന് മനസ്സിലാക്കിയാൽ ഈ അമ്മക്കോഴി അവിടെ ആഹാരം കഴിച്ച് മറ്റു കോഴികൾ വന്ന് പോ എന്ന് പറഞ്ഞ് ഓടിക്കും. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വേണ്ട രീതിയിൽ അവർ സ്വയം തൻ്റെ കാലിൽ നിന്ന് തൻ്റെ കാര്യങ്ങളും കുടുംബകാര്യങ്ങളും നോക്കാൻ പ്രാപ്തനാക്കുക എന്നുള്ളത് ഓരോ മാതാവിൻ്റെയും പിതാവിൻ്റെയും കടമയാണ്. അതാണ് സമ്പത്ത്. പിന്നെ സംസ്കാരം. നമ്മൾ ഏത് സംസ്കാരമാണോ ആചരിക്കുന്നത് ആ സംസ്കാരം നമ്മുടെ വരും തലമുറയ്ക്കും പകർന്നു കൊടുക്കുക, നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ഒരു ഗൃഹത്തിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, മോനും ഒക്കെ ഉണ്ട്. അച്ഛൻ മോനോട് പറയും, മോനെ ഇത് സത്യമേ പറയാവുള്ളൂ, കള്ളമൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇല്ല അച്ഛൻ അങ്ങൊന്നും പറയത്തില്ല, ഞാൻ സത്യം മാത്രമേ പറയത്തുള്ളൂ, അച്ഛൻ പറയുന്ന പോലെ സത്യം പറയത്തുള്ളൂ. പെട്ടെന്ന് അവിടെ ഞാൻ ഫോൺ അടിച്ചത് നോക്കിയപ്പം അച്ഛൻ നോക്കിയപ്പം ഞാൻ പൈസ മേടിച്ച് കടം കൊടുക്കാനുള്ള ആരാ. ഉടനെ ഈ അച്ഛൻ പറയാം, മോനെ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്, ഞാനിവിടെ ഇല്ലെന്ന് മോനോട് പറഞ്ഞേക്ക്. അപ്പം മോൻ മനസ്സിലാക്കി ഇതെന്താ അച്ഛൻ എന്നോട് സത്യം പറഞ്ഞു, ഇപ്പം ഇങ്ങനെ പറയും, ഇതെന്താ. ഇതാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. ഇതല്ല നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. നല്ല രീതിയിലുള്ള നല്ല സംസ്കാരമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഈ സനാതന ധർമ്മത്തിൻ്റെ ഈശ്വരാധീനം കൊണ്ടും നമ്മുടെ ഗുരുക്കന്മാരുടെയൊക്കെ പാരമ്പര്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുമാണ് ഈ സനാതന ധർമ്മത്തിലും ഈ ഭാരതത്തിലും ജനിക്കാനിടയായത്. അങ്ങനെ നമ്മൾ ഈ സംസ്കാരത്തെ വേണ്ട രീതിയിൽ സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടുപോവുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ ആ രീതിയിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. എന്തൊക്കെ നമ്മൾക്ക് അതിനു സംസ്കാര സമ്പന്നരായ യുവജനങ്ങൾ വന്നാലേ നമ്മുടെ ഭാരതത്തിനൊരു കൊട്ടുറപ്പുള്ളൂ. അങ്ങനെയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന പ്രവർത്തികൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ധാർമ്മികമായ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യാൻ പറ്റുമോ ആ ധാർമ്മികമായ പ്രവർത്തികൾ ചെയ്ത് അങ്ങനെ ഒരു സംസ്കാര സമ്പന്നരായ ജനതയെ വാർത്തുകൊണ്ട് വരിക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. സംഘടന നമ്മൾക്ക് പല സംഘടനകളുണ്ട് അല്ലേ. ഈ സനാതന ധർമ്മത്തിലെ പല സംഘടനകളുണ്ട്. നായരുണ്ട്, നമ്പൂരിയുണ്ട്, ഈഴവനുണ്ട്, പുലയനുണ്ട്, പറയനുണ്ട്, പല രീതിയിലുള്ള സംഘടനകളുണ്ട്. പക്ഷേ ഇവരെല്ലാവരും ഒത്തുകൂടുന്നത് ആ സനാതന ധർമ്മം എന്ന മഹാവൃക്ഷത്തിൻ്റെ കീഴിലാണ്. നമ്മൾ ഓരോരുത്തരും അതിൻ്റെ വേരുകളാണ്. ആ വേരുകൾ ബല ഉണ്ടെങ്കിലേ സനാതന ധർമ്മം എന്നുള്ള മഹാവൃക്ഷം ഇവിടെ നിലനിൽക്കുകയുള്ളൂ. ആ ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ട സംഘടന എല്ലാവരും കൂടി ആലോചിച്ച് വേണ്ട രീതിയിൽ ആ സംഘടനയെ നിലനിർത്തണം. സന്താനങ്ങൾ നമ്മൾക്കൊക്കെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ വിവാഹപ്രായമായി കഴിഞ്ഞാൽ പറയും, എനിക്ക് വിവാഹം വേണ്ട കേട്ടോ, എനിക്ക് താല്പര്യമില്ല. മക്കളായാലും പെൺമക്കളായാലും ആൺമക്കളാറ് പറയും, എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല. പിന്നെയോ ഞാൻ വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു കെട്ടുപാടിൽ എന്നെ തളച്ചിടാനായിട്ട് എനിക്ക് സാധ്യമല്ല. മറ്റുള്ള ആൾക്കാർ വംശവർദ്ധനവിന് വേണ്ടി അനേകം സന്താനങ്ങളെ ഉണ്ടാക്കുകയും അവരുടെ ആ ഒരു പരമ്പര വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ മാത്രം ഇങ്ങനെ സൃഷ്ടിച്ചു പോയാൽ
വരും തലമുറ എവിടെ എത്തുമെന്ന് നമ്മൾക്കൊരു പിടിയില്ല. കുറഞ്ഞത് 4 സന്താനങ്ങളെയെങ്കിലും ഓരോരുത്തരും ഉണ്ടാകണം. അങ്ങനെ ഓരോ കുടുംബത്തിൽ അങ്ങനെ. പക്ഷെ ഈ പ്രായമായാലും നമ്മളൊക്കെ വിചാരിക്കും, നമ്മളെ വിചാരിച്ചാൽ ഇനി അതിനൊന്നും പറ്റത്തില്ലല്ലോ. പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ വളരുന്ന തലമുറയ്ക്ക് അതിനു വേണ്ടി മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് നല്ല സന്താനങ്ങളെ 3-4 സന്താനങ്ങളെ ഉണ്ടാക്കി തൻ്റെ കുടുംബത്തിൽ നിലനിർത്തുകയും അതുവഴി തൻ്റെ പരമ്പര നിലനിർത്തുകയും അതിന് ഈ ധർമ്മത്തോട് അനുഷ്ഠിച്ച് നിർത്തുകയും ചെയ്യാവുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. പണ്ടൊക്കെ കുടുംബത്തിൽ ഒരു വീട്ടിൽ തന്നെ 5-8 മക്കളുണ്ടായിരിക്കും. ഓരോരുത്തരും ആ 10 പേരുണ്ടെങ്കിൽ തന്നെ ആ അമ്മയും അച്ഛനും എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് അന്നത്തെ സാഹചര്യത്തിൽ. ഒരു 10-9 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ ആ ഓരോ വീട്ടിലും കഴിയാനുള്ള സാഹചര്യം വളരെ പരിമിതമായിരിക്കും. പക്ഷേ സന്താനങ്ങൾക്ക് അവിടെ കുറവില്ല. അവരെ വേണ്ട വിധത്തിൽ അച്ഛനും അമ്മയും അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അവർ അധ്വാനിക്കുകയും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ ആഹാരം വളരുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും വളർത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ വ്യവസ്ഥതയിലാണ് നമ്മൾ വളർന്നു വന്നത്. ഇപ്പം എല്ലാം വന്ന് അണുകുടുംബമായി അച്ഛനും അമ്മയും ഒരു മോനും അല്ലെങ്കിൽ 2. ഒരാൾ ചെന്നൈയിലായിരിക്കും, ഒരാൾ ബോംബെയിലായിരിക്കും. അച്ഛനും അമ്മയും ഇവിടെ മാത്രമായിരിക്കും. പുരാവസ്തുക്കളായിട്ട് അവർ മാത്രം വീട്ടിൽ കാണും, വേറെ ആരും കാണത്തില്ല. ഒരാൾ അവിടുന്ന് വിളിക്കും, അമ്മ ഇന്ന കാര്യങ്ങൾ ചെയ്തോ, വിളിച്ചു ചോദിക്കും. അച്ഛനോട് അച്ഛാ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തോ. അവസാനം ആരും ഈ പുരാവസ്തുക്കൾ മാത്രം വീട്ടിൽ കാണും. മറ്റവരെല്ലാം ഓരോ വിദേശ രാജ്യങ്ങളിൽ അവരവരുടെ കാര്യം നോക്കി കഴിഞ്ഞു കൊടുക്കുക. ഇങ്ങനെയാണോ വേണ്ടത്? അച്ഛനും പണ്ടൊക്കെ മക്കളുണ്ടെങ്കിൽ 10 മക്കളുണ്ടെങ്കിൽ അച്ഛനും അമ്മയും കൂടെ കുറേ വസ്തുക്കൾ ചൂണ്ടിക്കാണിക്കും. അവർക്ക് വസ്തു ഉണ്ടാകും. മോൻ ഇവിടെ വെച്ചു, അവനവിടെ വെച്ചു, ഇവനെങ്കിൽ 10 പേർക്ക് അടുത്ത് തന്നെ വീട് വെക്കും. ഇപ്പോഴാ കാലം മാറി. ആ കാലത്തിന് ഓരോരുത്തരും ചെന്നൈയിൽ, UK, ഓസ്ട്രേലിയ, US പല സ്ഥലത്തുമായിരിക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ആ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുക. ഈ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഇങ്ങനെയാണ് ആ കാര്യങ്ങൾ നടക്കുന്നത്. ഇതല്ല നമുക്ക് വേണ്ടത്. കുഞ്ഞുങ്ങൾ വേണം, അവർക്ക് അവരുടെ ജോലി സംബന്ധമായിട്ട് പല സ്ഥലത്ത് പോയാലും തൻ്റെ കുടുംബത്തിൽ കഴിയാനുള്ള ഒരു ചുറ്റുപാടുണ്ട്. ഇപ്പം പുറത്തു പോയ യുവാക്കൾക്ക് ആർക്കും തിരിച്ച് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല. അവരവിടെ തന്നെ സെറ്റില്ല. ഞാൻ UK സെറ്റില്ല, ഞാൻ ഓസ്ട്രേലിയ സെറ്റില്ല, ഞാൻ US സെറ്റില്ല. അമ്മയൊക്കെ അവിടെ കഴിഞ്ഞു, ആ വസ്തു അവിടെ വിറ്റിട്ട് അതിൻ്റെ വീതം എനിക്ക് തരാനുണ്ടായി തന്നേക്ക്, അത് മാത്രം മതി എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള ആ ഒരു സാഹചര്യമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു മാറ്റം വരുത്താനായിട്ട് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പ്രവർത്തിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വിവാഹപ്രായമായാൽ അവരെ യഥാസമയം വിവാഹം കഴിച്ചു കൊടുപ്പിക്കുക, വിവാഹം കഴിപ്പിക്കുക, ഗൃഹസ്ഥാശ്രമത്തിലാക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മൾ നോക്കുമ്പം ആ ജാതകം നോക്കിയിട്ട് അതിന് 10 പൊരുത്തമില്ല, 7 പൊരുത്തേ ഉള്ളൂ, ശരിയാകത്തില്ല. മറ്റേ നോക്കുമ്പോൾ അതിന് 10 പൊരുത്തമുണ്ട്, ഇന്ന ദോഷമുണ്ട്. നമ്മൾ മറ്റുള്ള ആൾക്കാരെ നോക്കിയാൽ അങ്ങനെ യാതൊന്നും കാണുന്നില്ലല്ലോ. ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ പശുക്കൂടിൻ്റെ അടുത്ത് ചെന്നപ്പം പശു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. എന്താ കുഞ്ഞെ കരയുന്നത്? എൻ്റെ മക്കൾക്ക് നാളെ പെണ്ണ് കാണാൻ വരും, അതിന് ഗ്രഹത്തിൻ്റെ ദോഷമുണ്ടോ യാതൊരു ദോഷമുണ്ടോ ഒന്നും അറിയത്തില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഏതെങ്കിലും മൃഗങ്ങൾ നോക്കാറുണ്ടോ? ഇല്ല. അവരുടെ വംശവർദ്ധന വേണ്ട വിധത്തിൽ നടത്തുകയും ചെയ്യും. നമ്മൾ അതിൻ്റെ രാഹുദോഷമുണ്ട്, മറ്റു ദോഷമുണ്ട്, ഇത് ദോഷമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കല്യാണം നടത്താതെ അവരെ വേണ്ട വിധത്തിൽ ഗൃഹസ്ഥാശ്രമത്തിൽ കൊണ്ടുവരാതെ നടത്തുകയാണ്. നമ്മൾക്കെല്ലാം ചെയ്യാൻ പറ്റത്തെങ്കിലും സർവ്വഗ്രഹങ്ങളെയും കയ്യിലിട്ടാടുന്ന ഭഗവാനെ ഏൽപ്പിച്ചാൽ ആ ഭഗവാൻ നടത്തും. അങ്ങനെ ഒരു വിചാരം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. 2 കുടുംബങ്ങൾ തമ്മിൽ മറ്റുള്ള കാര്യങ്ങളിലെ യോജിപ്പാണോ? സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികമായിട്ടും നല്ല അടുപ്പമുണ്ടോ? ഇതൊന്നും നോക്കാതെ അവർക്ക് താല്പര്യമുണ്ടോ, ആ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും താല്പര്യമുണ്ടോ, ആ വിവാഹം കഴിച്ചു കൊടുക്കുക. അതാണ് വേണ്ടത്. എല്ലാം ഭഗവാനെ ഏൽപ്പിക്കുക. ഈ നവഗ്രഹങ്ങളെ മുഴുവൻ കയ്യിലിട്ടാടുന്ന ആ അമ്മാവൻ ആടുന്ന ആ ഭഗവാനെ ഏൽപ്പിച്ചാൽ ഭഗവാൻ നമ്മളെ വേണ്ട വിധത്തിൽ കൊണ്ടു നടക്കും. അങ്ങനെയുള്ള ദൃഢമായ വിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യത്തില്ല. ആ ഭഗവാനെ സർവ്വം ഏൽപ്പിക്കുക. സർവം ശ്രീകൃഷ്ണ പാദാര വിന്ദാർപ്പണ വസ്തു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം മഹാദേവന്റെ കാൽക്കൽ അർപ്പിക്കുക. ആ ഭഗവാനെ അർപ്പിച്ചാൽ ഭഗവാൻ നമ്മളെ വേണ്ട വിധത്തിൽ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നടത്തും. അങ്ങനെയാണ് ആ നടത്തേണ്ടത്.
സംസ്കാരം, സമ്പത്ത്, സംഘടന, സന്താനം. ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ ആചരണീയനായ പൂജനീയായ ആ ചിദാനന്ദ സ്വാമികൾ ഓരോ സന്ദേശയാത്രയിലും കൊടുത്ത സന്ദേശങ്ങൾ. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. ഇങ്ങനെ പുത്രന്മാർക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും അദ്ദേഹം പറയുകയാണ്. പിന്നെ ഗുരുന്നന സ്യാത് സ്വജനോ ന സസ്യാത് പിതാ ന സസ്യാത് ജനനീ ന സാ സ്യാത് ദൈവം ന തസ്യാ ന പതിച്ച സസ്യാത് ന മോചയത്യ സമുവേദ മൃത്യും. ഗുരുന്ന സസ്യാത്, തൻ്റെ ശിഷ്യനെ വേണ്ട വിധത്തിലുള്ള വിദ്യാഭ്യാസം കൊടുത്തിട്ട് ഈശ്വരോന്മുഖമായ കാര്യങ്ങളിലേക്ക് അവനെ നയിക്കാത്ത ഗുരുവല്ല. അപ്പോൾ സ്വജനങ്ങൾ തൻ്റെ ആ പരമ്പരയിലുള്ള കുഞ്ഞുങ്ങളെ വേണ്ട വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ രീതിയിൽ മുന്നോട്ട് നടത്തുക എന്നുള്ളതാണ്, നല്ല സംസ്കാര സമ്പന്നനായി കൊടുക്കുക എന്നുള്ളതാണ് ഓരോ കുടുംബ അംഗങ്ങളുടെയും കർത്തവ്യം. പിതാനസസ്യ, നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും ആദ്യത്തെ ഗുരു എന്ന് പറഞ്ഞാൽ മാതാവാണ്. മാതാ പിതാ ഗുരു ദൈവം എന്നാണ്. മാതാവും പിതാവും കഴിച്ചിട്ട് ഗുരുവിനും ദൈവത്തിനും സ്ഥാനമുള്ളൂ. കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളെ വേണ്ട വിധത്തിൽ കൈപിടിച്ച് നടത്തിക്കൊണ്ട് വരിക എന്നുള്ളത് ഓരോ അമ്മയുടെയും കടമയാണ്. അതുപോലെ അച്ഛനും അതുപോലെ തൻ്റെ കുഞ്ഞുങ്ങൾ നേർവഴിക്കാണ് നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും കുടുംബത്തിലെ കാര്യമായാലും വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ, മറ്റുള്ള കാര്യങ്ങളൊക്കെ അവൻ അന്വേഷിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ അവനെ ആ വഴിക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിക്കേണ്ടത് ഓരോ മാതാവിൻ്റെയും പിതാവിൻ്റെയും കടമയാണ്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിക്കുന്നുണ്ടോ, നാമം ജപിക്കുന്നുണ്ടോ, സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്നുണ്ടോ, സന്ധ്യാവന്ദനം കഴിക്കുന്നുണ്ടോ, ഇതൊക്കെ ഓരോന്നും അന്വേഷിച്ച് ഇല്ലെങ്കിൽ അതിനു വേണ്ട ആ മാർഗനിർദ്ദേശം കൊടുത്ത് ആ കുഞ്ഞിനെ വേണ്ട വിധത്തിൽ കൊണ്ടുവരേണ്ടത് നമ്മൾ ഓരോരുത്തരുമായ മാതാപിതാക്കളാണ്. അതിൻ്റെ കാരണം അങ്ങനെ ചെയ്യാത്ത മാതാവും പിതാവും അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സാക്ഷാൽ ഭഗവാനെ തന്നെയെല്ലാം അർപ്പിച്ചുകൊണ്ട്, ഭഗവാനാണ് സർവവും, ആ ഭഗവാനെ നമ്മളെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് ഭഗവാൻ നമ്മുടെ കാര്യം വേണ്ട വിധത്തിൽ നടത്തും, ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ എനിക്കൊരാശ്രയം എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഭഗവാനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തെയും തൻ്റെ സംസ്കാരത്തെയും തൻ്റെ സമ്പത്തിനെയും എല്ലാം ഭഗവാനെ അർപ്പിച്ചുകൊണ്ട് വേണ്ട രീതിയിൽ ചെയ്താൽ വേണ്ട രീതിയിലെല്ലാം ഭംഗിയായിട്ട് ആ ഭഗവാൻ തന്നെ നടത്താനുള്ള ഒരു കഴിവ് നമ്മൾക്ക് തരും. അങ്ങനെ ആ ഭഗവാനെ കൂടെ മാത്രമേ നമുക്ക് ശ്രേയസ് ഉണ്ടാകുള്ളൂ എന്നൊക്കെ ഈ ഋഷഭദേവൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ മഹസേവ, മഹത്തുക്കളെ സേവിക്കുകയാണ് ആവശ്യം. മഹാത്മാക്കളായ ഗുരുജനങ്ങളെയോ ആചാര്യന്മാരെ കാണുമ്പം അവരെ വേണ്ട വിധത്തിൽ വണങ്ങുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ കുഞ്ഞുങ്ങളുടെയും കടമയാണ്. മഹർഷിമാരെയൊക്കെ കാണുമ്പോൾ എവിടെ കണ്ടാലും നമസ്കരിക്കുക, ആചാര്യന്മാരായാലും അവരെ കണ്ടാൽ നമസ്കരിക്കുക. ഇതൊക്കെ ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ആ ഒരു ഗുരുപദേശത്തിൽ കൂടെ ആ രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടു വന്നാൽ അവരെ നല്ല സംസ്കാര സമ്പന്നരായ ഈ കുടുംബത്തിനും രാജ്യത്തിനും ശ്രേയസ്കരമായ ഒരു വരും തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നതിന് സാധിക്കും. അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്ന പ്രവൃത്തികൾ ഓരോരുത്തരെയും ചെയ്തുകൊണ്ട് ഈ സംസ്കാരത്തെ, നമ്മുടെ സനാതന ധർമ്മത്തെ എങ്ങനെയൊക്കെ പരിപോഷിപ്പിക്കാമോ അതിനുള്ള മാർഗങ്ങൾ ഓരോരുത്തരും അനുഷ്ഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. ഋഷഭദേവൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ ഉപദേശം കൊടുത്തിട്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം നല്ല രീതിയിൽ വളർന്നു വരുന്നു എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ജീവൻ മുക്താവസ്ഥയിൽ ഒരു ജഡാന്ധനായിട്ട് അതൊരു മോഹാവേശം കൂടി അദ്ദേഹത്തിന് യാതൊന്നും താല്പര്യമില്ലാതെ എവിടെ പോകുന്നു എന്നുള്ള ചിന്തിക്കാതെ, എവിടെ കിടക്കുന്നു, എന്തു ഭക്ഷിക്കുന്നു എന്ന് ചിന്തിക്കാതെ ഒരു അവധൂതനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ ആ ശരീരത്തെ ത്യജിക്കുകയാണ് ചെയ്തത്. ആ ഋഷഭദേവൻ്റെ ശേഷം ഭരതൻ, അദ്ദേഹത്തിൻ്റെ മൂത്തപുത്രനായ ഭരതനാണ് പിന്നെ രാജ്യം ഭരിച്ചത്. ആ ഭരതൻ ഈ രാജ്യം ഭരിച്ചതുകൊണ്ട് നമ്മുടെ അജനാഭം എന്ന ഈ രാജ്യത്തിന് ഭാരതം എന്നു പേരുണ്ടായി. ആ അജനാഭം ഭരിച്ചതുകൊണ്ടാണ് നമ്മുടെ ഈ രാജ്യത്തിന് ഭാരതം എന്ന പേരുണ്ടായത്. നമ്മുടെ രാമായണത്തിലെ ഭരതനല്ല, ഈ ഭരതൻ. അദ്ദേഹം വിശ്വരൂപന്റെ പുത്രിയായ
പഞ്ചജനീ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് 5 പുത്രന്മാരുണ്ടായി. ശബ്ദസ്പർശ രൂപഗർസഗന്ധം ഇങ്ങനെ 5 തന്മാത്രകളുടെ പ്രതീകമായിട്ടാണ് 5 പുത്രന്മാരുടെ ജനനം പറയുന്നത്. ആ ഭരതൻ തൻ്റെ രാജ്യം തൻ്റെ പിതാവിൽ നിന്ന് കിട്ടിയ സംസ്കാരത്തോടു കൂടി തൻ്റെ രാജ്യവും വളരെയധികം നല്ല രീതിയിൽ ഭരണം നടത്തുകയും പ്രജകൾക്കും രാജ്യത്തിനും വേണ്ടതായ താല്പര്യം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടതായ ഉപദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടതായ ക്ഷേമകാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ആ സംസ്കാരത്തെ അദ്ദേഹം പരിപോഷിപ്പിച്ചു. വീണ്ടും അദ്ദേഹം തൻ്റെ രാജ്യമൊക്കെ പരിപാലന കുട്ടികളൊക്കെ ആയപ്പം അദ്ദേഹം എനിക്കിനി രാജ്യ താല്പര്യമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനിനി എൻ്റെ ഈ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ ആശ്രയിച്ച് തപസ്സിന് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആ ഭരതൻ പുലഹാശ്രമം എന്ന ആശ്രമത്തിൽ തപസ്സിനായിട്ട് പോവുകയാണ്. ആ പുലഹാശ്രമത്തിൽ ചെന്ന് അദ്ദേഹം ആ തപസ്സിന് വേണ്ടതായ ക്രിയകൾ ചെയ്തുകൊണ്ട് എങ്ങനെയാണോ തപസ് അനുഷ്ഠിക്കേണ്ടത് ആ രീതിയിൽ ഭഗവാനെ ആശ്രയിക്കുന്ന രീതിയിൽ ആത്മസാക്ഷാത്കാരം നേടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം അവിടെ തപസ്സനുഷ്ഠിക്കുകയാണ്. ഒരിക്കൽ അദ്ദേഹം ഈ തപസ്സനുഷ്ഠിക്കുന്ന സമയത്ത് ചക്രാനദിയിൽ കുളിക്കാനായിട്ട് പോയി. കുളിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു മാൻകുട്ടി വന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടു. പൂർണ്ണ ഗർഭിണിയായ ഒരു മാൻകുട്ടിയായിരുന്നു. ആ മാൻകുട്ടി അവിടെ വെള്ളം കുടിക്കാൻ വന്നപ്പോൾ അദ്ദേഹം അതിനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ ഒരു സിംഹത്തിൻ്റെ അലർച്ച കേൾക്കുകയും ആ അലർച്ചയുടെ ഭയത്താൽ ഈ മാൻ വെള്ളത്തിൽ അക്കരയോട്ട് എടുത്ത് ചാടുകയാണ്. അക്കരയോട്ട് എടുത്ത് ചാടിയപ്പോൾ അതിൻ്റെ ആ ഭയവും അന്നേരത്തെ ആ പ്രയാസവും കൊണ്ട് പെട്ടെന്ന് ആ മാൻ അവിടെ പ്രസവിച്ചു. ആ നദിയിലോട്ടാണ് പ്രസവിച്ചത്. ഈ തള്ളമാൻ ഒഴുകി അങ്ങ് പോയി. ഈ കുഞ്ഞ് അവിടെ വീണ് കിടക്കുന്നത് ഈ ഭരതൻ കാണുകയാണ്. ഈ ഭരതൻ കണ്ടിട്ട് ഉടനെ ഓടിച്ചെന്നിട്ട് ആ കുഞ്ഞിനെ എടുത്തു, ആ മാൻകുഞ്ഞിനെ എടുത്തു. എന്നിട്ട് അതിനെ വേണ്ട വിധത്തിൽ ശുശ്രൂഷയൊക്കെ ചെയ്ത് തൻ്റെ ആശ്രമത്തിൽ വളർത്തുകയാണ്. അദ്ദേഹം നിത്യേന താൻ ചെയ്യുന്നുണ്ട് തപസ്സിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നിത്യം ചെയ്യുന്നത് കൂട്ടത്തിൽ തന്നെ ഈ മാൻകുട്ടിയെയും അദ്ദേഹം ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ മാൻ വളരുന്നതനുസരിച്ച് അദ്ദേഹത്തിൽ ഭഗവാനിലുള്ള ആശ്രയം കുറഞ്ഞു വന്നു. നാമം ജപിക്കുന്നതും തപസ് ചെയ്യുന്നതും യാഗം കഴിക്കുന്നതിനൊക്കെ അതിന് കുറവ് വന്നപ്പോൾ ഈ മാൻകുഞ്ഞിനെ മാത്രം അദ്ദേഹം ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ മാൻകുഞ്ഞ് വളർന്നു വരുന്നപ്പോൾ അദ്ദേഹം വിചാരിക്കും, ഈ മാൻകുഞ്ഞിന് ഞാൻ മാത്രമേ ഉള്ളല്ലോ, ഇതിന് ആഹാരം കൊടുക്കാനും അതിന് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്യാനും ഞാൻ മാത്രമേ ഉള്ളല്ലോ, ഞാൻ ഇവിടുന്ന് പോയാൽ ഈ മാൻകുഞ്ഞ് എങ്ങനെ ജീവിക്കും എന്നൊക്കെ ആ ഭരതൻ ചിന്തിച്ചിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് നടക്കുകയും ചെയ്യും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ മാൻകുഞ്ഞിനെ ഓർത്തുകൊണ്ട് തൻ്റെ ശരീരം ത്യജിക്കാനിട വന്നു. പക്ഷേ പൂർവജന്മ സ്മരണ ഉണ്ടായതുകൊണ്ട് വീണ്ടും പുലഹാശ്രമത്തിൽ തന്നെ ഒരു മാനായിട്ട് അദ്ദേഹം ജനിക്കുകയാണ്. ഭരതൻ എന്ന ആ രാജാവ് ആ പുലഹാശ്രമത്തിൽ തന്നെ ഒരു മാനായിട്ട് ജനിക്കുകയാണ്. വേറൊരു ആശ്രമത്തിൽ അവിടെ വേറെ മറ്റ് സന്യാസിമാരൊക്കെ ഉണ്ട്. ജന്മലാഭപരപുംസാം അന്തേ നാരായണ സ്മൃതി എന്നാണ്. നമ്മുടെ ഈ ശരീരം വെടിയുന്ന സമയത്ത് ശരീരം ജീവനിൽ നിന്ന് വിട്ടുപോകുന്ന അവസരത്തിൽ ഏതെങ്കിലും കാരണവശാൽ നാരായണ നാമം ജപിക്കാൻ നമുക്കിടവന്നാൽ ആ നാരായണൻ നമുക്ക് എത്താൻ പറ്റും. ഏത് കാര്യത്തെ ചിന്തിച്ചുകൊണ്ടാണോ നമ്മുടെ മനസ്സ് ആ സമയത്ത് രൂപം പ്രാപിക്കുന്നത് അതായിട്ട് നമ്മൾ തീരും. കോഴിക്കോട് ഋഷിപുരത്തൊരു മഹാത്മാവുണ്ടായിരുന്നു. ഏകദേശം 90-94 വയസ്സുണ്ട് അദ്ദേഹത്തിന്. ഗോപാലൻകുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് നിത്യവും കുളിച്ചിട്ട് അമ്പലത്തിൽ പോകും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇങ്ങനെ ഈ നാരായണ നാമം ജപിച്ചുകൊണ്ടാണ് അദ്ദേഹം ദിവസവും അമ്പലത്തിൽ പോകുന്നത്. നടക്കാനൊക്കെ ശവം പ്രയാസമുണ്ട്, ചെറിയ കൂനൊക്കെ ഉണ്ട്. അങ്ങനെ ആണ് അദ്ദേഹം ദിവസവും അമ്പലത്തിൽ പോകുന്നത്. കുറച്ച് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വരും. പോകുന്ന വഴിക്ക് എവിടെ നിന്നൊക്കെ ഏതോ വീടുകളിൽ നിന്നൊക്കെ പൂവൊക്കെ പറിക്കും.
പൂവൊക്കെ പറിച്ചിട്ട് നേരെ അമ്പലത്തിൽ കൊണ്ടു കൊടുക്കും. അമ്പലത്തിൽ നിന്ന് അവിടെ നാമ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇങ്ങനെ നാമം അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും വിട്ടുപാറത്തില്ല. എപ്പോഴും നാമം ജപിക്കും. നാരായണ എന്നു സദാ ജപിച്ചാൽ പാപം കെടും പശികളും വ്യസനങ്ങൾ തീരും നാവിനുയർച്ച വരും. അന്ത്യകാലേ ഗോവിന്ദപാദകമലം മനസ്സിൽ തെളിഞ്ഞു വരും എന്നാ പറയുന്നത്. നമ്മൾ നിത്യേന നിയമേന യാതൊരു തടസ്സവുമില്ലാതെ നാമജപം ജപിച്ചാൽ ഏത് നാമായാലും, നാരായണ എന്നോ നമശിവായ എന്നോ രാമ എന്നോ അമ്മേ നാരായണ, ഏത് നാമം ജപിച്ചാലും ഓം നമോ ഭഗവതേ വാസുദേവായ, ഇങ്ങനെ ഏത് നാമം ജപിച്ചാലും അതുകൊണ്ട് നമ്മൾക്ക് ഒരു ബാങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ഡിപ്പോസിറ്റ് പോലെ, എഫ് ഡി ഇടുന്ന പോലെ, ആ എഫ് ഡി നമ്മളിട്ട് എപ്പോഴും അവിടെ അതിൻ്റെ പലിശയും കൂടി വരും അല്ലേ. ഇത് നമ്മളിങ്ങനെ നാമം നിത്യേന ജപിച്ചാൽ നമ്മുടെ പൂർവ്വവാസനയായിട്ട് ആ നാമജപം നമ്മൾക്ക് എപ്പോഴും ഒരു കൂട്ടായിട്ട് കിടക്കും. ആ ഒരു നാമജപത്തിൻ്റെ മാഹാത്മ്യമാണ് അദ്ദേഹം ദിവസവും ഇങ്ങനെ നാമജപമൊക്കെ ചോദിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, ഒരു ഉച്ച സമയമായപ്പോൾ, ഊണ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവൻ്റെ വീടിയിരിക്കുക. ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൊച്ചുമക്കളും എല്ലാവരും ഉണ്ട്. കല്യാണി എന്ന ഭാര്യയുടെ പേര്. കല്യാണി, ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞില്ലേ? ഉവ്വ. ഇവിടെ വിളക്ക് കത്തിക്കാൻ എണ്ണയുണ്ടോ? ഉണ്ട്. തിരിയുണ്ടോ? വിളക്കുണ്ടോ? എല്ലാം ഉണ്ട്. എന്നാലേ ഞാൻ എന്നാ പോട്ടെ, നീ താവോട്ടിറങ്ങി കിടന്നു. ആ ശരീരം തയ്ക്കാൻ പറ്റി. ഇതുപോലെ അനായാസേന മരണം, വിനാ ദൈന്യേന ജീവിതം, ആ ഒരു ഭാവത്തിലോട്ട് നമ്മൾക്ക് എത്താനുള്ള ഒരു ചുവടാണ് ഈ നാമജപം. നിത്യേന നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നാമജപം അറിയാതെ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴായാലും നാമജപം വയ്ക്കാം. അടുക്കള സാമ്പാർ ഉണ്ടാക്കാനും നാരായണ 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 നാമം ജപിച്ചുകൊണ്ട് വെക്കാം. നമശിവായ നമശിവായ വെച്ചുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കാം, ഇഡ്ഡലി ഉണ്ടാക്കാം, എന്തും ഉണ്ടാക്കാം. നമ്മൾ അറിയാതെ ഇങ്ങനെ നാമം ചോദിച്ചാൽ ഒരിക്കൽ സാമ്പാറിനകത്ത് ചില ഉപ്പധികം കൂടാലും ഭഗവാൻ ആ ഉപ്പങ്ങ് മാറ്റും. സാമ്പാറിൻ്റെ കൊടുക്കുമ്പോൾ ഉപ്പ് കൂടുതൽ കാണത്തില്ല. അല്ല ശരി, എരിവ് കൂടിപ്പോയോ അത് തോന്നത്തില്ല. ഇങ്ങനെ നിത്യേന നമ്മളെല്ലാം ഭഗവത് അർപ്പണമായിട്ട് ചെയ്താൽ ആ ഭഗവാൻ വേണ്ട വിധത്തിൽ ആ കാര്യങ്ങളൊക്കെ നടത്തും. ഇങ്ങനെ ആ നാമജപം, നമ്മുടെ നിത്യേന നാമജപം ജപിക്കാനായിട്ട് ഓരോരുത്തർക്കും തോന്നുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അതിൻ്റെ മഹത്വം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കുക. എല്ലാവർക്കും അങ്ങനെ തോന്നട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭരതനിങ്ങനെ ആ പുലകാശ്രമത്തിൽ മാനായിട്ട് ജീവിച്ചിരിക്കുകയാണ്. പക്ഷേ ആ സന്യാസിമാരൊക്കെ അവരോട് യാഗം ചെയ്യുമ്പോഴും ഒക്കെ അദ്ദേഹം ഇവിടെ ഈ മാൻകുട്ടി അവിടെ പോയിരിക്കും. അവർ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ കേൾക്കുകയും അതിനെപ്പറ്റി ഭഗവാന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് പൂർവ്വജന്മ സ്മരണ ഉണ്ടാകുകയും, ഞാൻ നേരത്തെ ഇനിയൊരു ഭരതനുള്ള സന്യാസി ആയിരുന്നല്ലോ, ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഈ മാനിൻ്റെ ജന്മം കിട്ടാനായിട്ടുള്ള കാരണം എൻ്റെ ആ മാനുമായിട്ടുള്ള സംസർഗമാണല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. അങ്ങനെ അദ്ദേഹം ഇനി എനിക്ക് ആവശ്യമില്ല, ഈ ജന്മം എനിക്കിനി ആവശ്യമില്ല എന്ന് തോന്നിയിട്ട് ആ മാനിൻ്റെ ജന്മം അദ്ദേഹം ഉപേക്ഷിക്കുകയാണ്. വീണ്ടും അദ്ദേഹം അങ്കിരസ് ഗോത്രത്തിൽ ഒരു ബ്രാഹ്മണൻ്റെ കുടുംബത്തിൽ ജനിക്കുകയാണ്. അങ്കിരസ് ഗോത്രത്തിൽ ഒരു ബ്രാഹ്മണൻ്റെ 5 പുത്രന്മാരിൽ ഇളയ പുത്രനായിട്ട് ജനിക്കുകയാണ്. ജനിച്ച ഉടനെ മറ്റു പുത്രന്മാരെ പോലെ ഈ കുഞ്ഞ് വർത്തമാനം പറയുകയോ മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസർഗം ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇത് കണ്ടപ്പോൾ അച്ഛന് വലിയ പ്രയാസമായി. ഈ കുഞ്ഞിനെ മിണ്ടുന്നുമില്ല, വർത്തമാനം പറയുന്നുമില്ല, എന്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല, കൊടുത്തില്ലേലും കുഴപ്പമില്ല. ഇങ്ങനെ ആ കുഞ്ഞിനെ, പക്ഷേ മറ്റുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന രീതിയിൽ തന്നെ ഈ അച്ഛനും അമ്മയും ഈ കുഞ്ഞിനെ നോക്കുകയും വേണ്ട വിധത്തിൽ സംസ്കാരാദികൾ, ഷോഡശ സംസ്കാരത്തിൻ്റെ കാര്യങ്ങൾ ഏതൊക്കെ ചെയ്യാൻ പറ്റും, ഉപനയനാദി കർമ്മങ്ങളൊക്കെ ചെയ്യുകയും അങ്ങനെ ആ കുഞ്ഞിനെ വേണ്ട വിധത്തിൽ അയക്കുകയും ചെയ്തു. പക്ഷേ ഗായത്രി മന്ത്രമൊക്കെ ജപിച്ചു കൊടുത്തിട്ടും ഈ കുഞ്ഞ് ജപിക്കുന്നില്ല. ഇതെന്താണെന്ന് അദ്ദേഹത്തിനും അറിയത്തില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ അച്ഛനും അമ്മയും മരിച്ചുപോയി.
മറ്റുള്ള ജ്യേഷ്ഠന്മാരൊക്കെയാണ്. അവർക്ക് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ സ്ഥലത്ത് കൃഷികളൊക്കെ ഉണ്ട്. ആ കൃഷികൾക്ക് നോക്കാൻ വേണ്ടി ഒരു കാവൽക്കാരനെ വേണം. അതിനെ തൻ്റെ അനിയനെ അവിടെ കൊണ്ടാക്കി. അദ്ദേഹം അവധൂതനായിട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ ജന്മങ്ങളിൽ ഞാൻ മറ്റുള്ളതിനായിട്ട് സംഘം ചെയ്തുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ജന്മം എടുക്കേണ്ടി വന്നത്. ഇനി ഞാൻ ആരുമായിട്ടും മറ്റുള്ളവരായിട്ടും സംഘം ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് അദ്ദേഹം ആരോടും സംഘം ഉണ്ടാകാതെ തൻ്റെ കാര്യം കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. ഈ ഇളയ പുത്രനെ ആ വയലിലെ കാവൽക്കാരനായിട്ട് കൊണ്ടിരുത്തുകയാണ്. അങ്ങനെ കാവൽക്കാരനായിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ അടുത്തുള്ളൊരു ഗ്രാമത്തിലെ ആ ഗ്രാമത്തലവൻ്റെ ക്ഷേത്രത്തിൽ ഒരു ഭദ്രകാളി ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ജനങ്ങൾക്ക് കൊണ്ട് പ്രീതിക്ക് വേണ്ടി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നരബലി നടത്തണമെന്ന് ഈ ഗ്രാമത്തലവൻ തീരുമാനിക്കുകയാണ്. അതിന് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണം എന്ന് തൻ്റെ അനുചരന്മാരോടൊക്കെ ഏൽപ്പിക്കുകയും ചെയ്തു. അവരെ ഇവിടുന്ന് കൊണ്ട് ഒരാളെ പിടിച്ചുകൊണ്ട് വന്നു. അവനെ കുളിപ്പിച്ച് മാലയൊക്കെ ചാർത്തി, പട്ടുമൊക്കെ കുളിപ്പിച്ച്, തിലകമൊക്കെ ചാർത്തി അവർ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു. പക്ഷേ ഈ ബലി കൊടുക്കാൻ കൊണ്ട് ആ യുവാവ്, എന്നെ ഇവർ ബലി കൊടുക്കാനാണോ കൊണ്ടുവന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ആ യുവാവ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പം ഈ നേതാവ് വന്നിട്ട് അവരുടെ ഗ്രാമത്തലം വന്നിട്ട് ചോദിക്കും, ബലിക്കുള്ള സമയമായി, ആളെ ഇല്ലെന്ന് ചോദിച്ചാൽ അവർക്ക് വേറൊരാളെ പെട്ടെന്ന് ഒപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അവരിങ്ങനെ പല സ്ഥലത്തും അന്വേഷിച്ച് നോക്കിയപ്പം ആ വയലിൻ്റെ കാവക്കാരനായിട്ട് ഈ അവധൂത ബ്രാഹ്മണനെ കാണുകയാണ്. ജഡഭരതൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരും അങ്ങനെ കൊടുത്തു. ആ ജഡഭരതനെ കണ്ടപ്പോൾ അവർ വിളിച്ചു, നീ ഇങ്ങ് വാ, ഒരു കാര്യമുണ്ട്, നിനക്ക് എന്നെ കൊണ്ടൊരു കാര്യമുണ്ട്, വരാൻ പറയും. അതൊന്നും മറുപടിയൊന്നും ചോദിക്കുന്നില്ല. നേരെ തിരിച്ച് അവരുടെ കൂട്ടത്തിൽ വരും. എന്താ അവർ ചെയ്യുന്നതെന്ന് അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹത്തെ കുളിപ്പിച്ച് നല്ല പട്ടൊക്കെ ഉടുപ്പിച്ചിട്ട് മാലയൊക്കെ ചാർത്തി തിലകമൊക്കെ ചാർത്തിയിട്ട് ആ ദേവിയുടെ മുൻപിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ആ ബലിക്കലിൻ്റെ മുൻപിൽ കൊണ്ട് നിർത്തി അന്നേരം വെളിച്ചപ്പാട് അവിടെ നിന്ന് ഉറഞ്ഞ ഉള്ളിക്കൊണ്ട് ഈ ഭരതനെ ബലി കൊടുക്കാനായിട്ട് വരികയാണ്. ഭരതനെ ബലി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ ക്ഷേത്രത്തിലെ ദേവി ചൈതന്യം തന്നെ ഒരു ഭദ്രകാളിയുടെ രൂപത്തിൽ അവതരിച്ചിട്ട് ബ്രഹ്മഭൂതസ്യ സാക്ഷാത് ബ്രഹ്മസ്യ സുതസ്യ നിർവൈര്യസ്യ സർവഭൂതസുഹൃത സുനായാമപ്യനുമതമാലംബനം തതുപലഭ്യബ്രഹ്മതേജസാദി ദുർവിഷകേണ ദന്തഹ്യമാനേന വപുഷാ സഹസോചാടസൈവദേവി ഭദ്രകാളി. ആ ഭദ്രകാളി തന്നെ കയ്യിൽ വാളുമൊക്കെ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് ആ ദേവി ബിംബത്തിൽ നിന്ന് ശിഖുവിൻ്റെ മുൻപിലോട്ട് ഇറങ്ങി വന്നിട്ട് അവിടെ ബലി കൊടുക്കാൻ നിന്നവരുടെ തലയൊക്കെ വെട്ടി. എന്നിട്ട് ശിരക്കന്തുകലീലയ, ആ ദേവി തന്നെ അവിടെ വെട്ടിയിരുന്ന് അവരുടെ ചിങ്കരന്മാരുടെയൊക്കെ തല വെട്ടിയിട്ട് പന്ത് കളിക്കുകയാണ് തല കൊണ്ട്. ഈ ഭരതൻ ജഡഭരതൻ ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് യാതൊരു ഭാവവ്യത്യാസമില്ല. ദേവി നോക്കിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്, എന്നിട്ട് എന്നെ ഒന്ന് ബഹുമാനിക്കുന്ന പോലും ഇല്ലല്ലോ. അദ്ദേഹത്തിന് യാതൊരു ഭാവവുമില്ല. ജഡഭരതന എന്ത് ചെയ്താലും തനിക്ക് ഒന്നും ബാധകമല്ല, ഞാൻ വെറും ജഡമാണ്, എൻ്റെ ഉള്ളിൽ ആത്മചൈതന്യമാണ്, അതാണ് ദേവിയായിട്ടും നിങ്ങളായിട്ട് ഓരോരുത്തരായിട്ട് നിൽക്കുന്നത്. പിന്നെ ഞാനെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എന്നെ ബലി കൊടുത്താൽ എൻ്റെ ശരീരത്തെ അങ്ങക്ക് എല്ലാവർക്കും ആക്കാൻ പറ്റും, പക്ഷേ എന്നിലുള്ള ആത്മചൈതന്യത്തെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ആ ജഡഭരതന് മനസ്സിലായി. പണ്ട് അലക്സാണ്ടർ ഗേറ്റ് എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു അല്ലേ? അദ്ദേഹം ഇന്ത്യയിൽ വന്ന് പല രാജ്യങ്ങൾ, യൂറോപ്പിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പല രാജ്യങ്ങളുമൊക്കെ കീഴടക്കാൻ വേണ്ടി വരികയാണ്. ഒരു സ്ഥലത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരെല്ലാം ഇങ്ങനെ നടന്നു പോയപ്പോൾ അവിടെ അടുത്തായിട്ടൊരു യോഗി നിപ്പുണ്ട്. യോഗിയുടെ എന്ന് പറയും, അലക്സാണ്ടർ ചക്രവർത്തി ഇതുവഴി വരുന്നുണ്ട്, അങ്ങ് പെട്ടെന്ന് ഇവിടുന്ന് മാറിക്കണമെന്ന് പറയും. ഇത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് യാതൊരു ഭാവവ്യത്യാസമില്ല, കേൾക്കുന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരും പറഞ്ഞു, ഇനി ഞങ്ങൾ ചക്രവർത്തി വരും, ചക്രവർത്തി വന്നാൽ പിന്നെ എന്ത് ചെയ്യുമെന്നറിയത്തില്ല എന്നൊക്കെ പറയും. ആ ചക്രവർത്തി വന്നിട്ടും ഇദ്ദേഹത്തെ നോക്കി പേടിപ്പിച്ചു, ഞാൻ നിങ്ങളെപ്പോൾ ഇവിടെ വന്ന് നിങ്ങളുടെ കഥ കഴിക്കും, വെട്ടിക്കൊല്ലു എന്നൊക്കെ പറയും. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ ഈ ശരീരത്തെ ദ്രോഹിപ്പിക്കാൻ പറ്റും, എന്നിലുള്ള ആത്മചൈതന്യത്തിനൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
അത് ഭഗവത്ഗീതയിലും പറയുന്ന ശ്ലോകങ്ങളുണ്ട് അതിനകത്ത്, അല്ലേ? അങ്ങനെ ആ ചക്രവർത്തി, അക്ബർ ചക്രവർത്തി, അലക്സാണ്ടർ ചക്രവർത്തി ആ രീതിയിൽ വന്നിട്ടും ആ ഒരു യോഗിയുടെ മുൻപിൽ ശിരസ് നമിച്ചു കൊണ്ട് നിന്നിട്ട് വീണ്ടും യുദ്ധമെല്ലാം നിവർത്തി തിരിച്ചു പോവുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ഈ നേടികളുടെ എല്ലാം വെറും ഭൗതികമായ നേട്ടമാണ്, എനിക്ക് ഇതുകൊണ്ടൊന്നും നേടാൻ പറ്റത്തില്ല എന്നും തിരിച്ച് അദ്ദേഹം മരിച്ചു പോയപ്പോൾ തൻ്റെ കൈ രണ്ടും പുറത്തോട്ട് വെച്ചിട്ടാണ് പോയത്, അല്ലേ? അത് അങ്ങനെ നമ്മൾക്കും അറിയാം, നമ്മളിലുള്ള ആ ആത്മചൈതന്യം ഏതാണോ ആ ആത്മസ്വരൂപത്തിനെ അറിയാനുള്ള ഭാവമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അത് എങ്ങനെ നമ്മൾക്കറിയാമെന്ന് ചോദിച്ചാൽ ഭഗവാനെ സേവിച്ചുകൊണ്ട്, ഇതുപോലുള്ള ഭാഗവതാദി ശ്രവണങ്ങളിൽ കൂടെ, ഭാഗവതാദി പാരായണങ്ങളിൽ കൂടെ, ഏത് ഗ്രന്ഥമായാലും അതിൽ കൂടെ നമ്മൾക്ക് ആ ഭഗവാനെ അറിയുവാനും ഭഗവാന്റെ അനുഗ്രഹം നേടുവാനും സാധിക്കും. ഇങ്ങനെ ആ ജഡഭരതൻ അവിടെ നിന്ന് മറയുകയും ചെയ്തു. അദ്ദേഹം വീണ്ടും കുറച്ചുകൂടെ വീണ്ടും ആ സ്ഥലത്ത് തന്നെ പോയിരുന്നു. ഭഗവതി ദേവി തൻ്റെ സ്വധാമത്തിലേക്കും പോയി. ആ ജഡഭരതൻ അവിടെ തൻ്റെ യഥാസ്ഥാനത്ത് പോയിരിക്കുമ്പോഴാണ് സിന്ധു സൗവീരപദ ദേശത്തെ രഘുകുടൻ എന്ന രാജാവ് തൻ്റെ ഗുരുനാഥനെ കാണാനായിട്ട് പോവുകയാണ്. അദ്ദേഹം രാജാവാണ്, പക്ഷേ സാധാരണ പോലെ നടന്നൊന്നുമല്ല പോകുന്നത്, പല്ലക്കിലാണ് പോകുന്നത്. ആ പല്ലക്കെടുക്കാനായിട്ട് 3-4 പേരും ഒക്കെ ഉണ്ട്. ആ പല്ലക്കിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. പെട്ടെന്ന് അദ്ദേഹത്തിന് യാത്ര പോകുന്ന സമയത്ത് വന്നപ്പോൾ ആ പല്ലക്ക് ചുമക്കാനായിട്ട് ഒരാളുടെ കുറവുണ്ട്. അവർ പെട്ടെന്ന് ഒരാളിനെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നോക്കിയപ്പം ഈ ജഡഭരതൻ അവിടെ കാവൽക്കാരനായിട്ട് ഇരിപ്പുണ്ട്. നീ വാ, എന്നെ വിളിച്ചോണ്ട് വരും, ഈ ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ പല്ലക്ക് ചുമക്കണം എന്ന് പറയും. അദ്ദേഹം ഈ പല്ലക്ക് ചുമന്നുകൊണ്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് അദ്ദേഹം നടക്കുന്നത് താൻ മുഖാന്തരം യാതൊരു ജീവജാലങ്ങൾക്കും യാതൊരു ദോഷവും ഉണ്ടാകരുത്. ഒരു ഉറുമ്പിനെ കണ്ടാൽ ആ കാലങ്ങോട്ട് മാറ്റും, തിരിച്ചിങ്ങോട്ട് മാറ്റും. പക്ഷെ ഇത് ഇതിന് മേളിയിരിക്കുന്ന രഘുകുണ മഹാരാജാവ് വിചാരിക്കും, ഇതെന്നെ ഈ പല്ലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നേ, ഇതാരാ പുതിയത്? അപ്പം മറ്റുള്ളവരും ഇതൊരു പുതിയ അപ്പോയിൻമെൻറ്റാണ്, ഇന്ന് അപ്പോയിൻറ്റ് ചെയ്തേ ഉള്ളൂ, പുതിയ അപ്പോയിൻമെൻറ്റാണ്, ആ പരിചയമില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമായിരിക്കും, നമുക്ക് ശരിയാക്കി എടുക്കാമെന്ന് പറയും. ഇത് കേട്ടിട്ടും അദ്ദേഹത്തിന് യാതൊന്നും ഭാവവ്യത്യാസമില്ല. വീണ്ടും അദ്ദേഹം ഇങ്ങനെ നടക്കുന്നത്. ഇത് കേട്ടുകൊണ്ട് ആ രാജാവിൻ്റെ കോപം ഉണ്ടാകുകയും ഈ രഘുകുണ ഭരതനോട് ചോദിക്കുകയും ചെയ്യുകയാണ്, അങ്ങ് നിങ്ങളിങ്ങനെ നടന്നാൾ നിങ്ങളെ ഞാൻ ഉപദ്രവിക്കും, നിങ്ങളെ വേണ്ട വിധത്തിൽ ശിക്ഷിക്കുമെന്ന് പറയും. ഇത് കേട്ടപ്പോൾ അന്നേരമാണ് ഈ ജഡഭരതൻ തൻ്റെ വാ തുറക്കുന്നത്. നിങ്ങൾക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ ഈ ശരീരത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ ദ്രോഹിപ്പിക്കാം, പക്ഷേ എന്നിലുള്ള ആത്മചൈതന്യത്തെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് കേട്ടപ്പോൾ രഘുകുണ മഹാരാജ ചിന്തിക്കുകയാണ്, ഇത് സാധാരണ ഒരു ആളല്ലല്ലോ, നല്ല മഹാത്മാക്കൾക്ക് മാത്രമേ ഇതുപോലെ പറയാൻ പറ്റുള്ളല്ലോ, ഇതുപോലെ സംസാരിക്കാൻ പറ്റുള്ളല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ ഇറങ്ങി നമസ്കരിക്കുകയാണ്. ആ രഘുകുണ മഹാരാജാവിൻ്റെ കാൽക്കൽ, ഈ ജഡഭരതൻ്റെ കാൽക്കൽ അദ്ദേഹം നമസ്കരിച്ചിട്ട് അദ്ദേഹത്തിന് വേണ്ടതായ തത്വോപദേശമൊക്കെ കൊടുത്തുകൊണ്ട് എന്തൊക്കെയാണ് അദ്ദേഹത്തിന് അറിയേണ്ടതായ ആഗ്രഹങ്ങൾ, ഈ ജീവിതത്തിൽ എന്തൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ടോ ആ വേണ്ടതായ തത്വോപദേശങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ആ രാജാവിനെയും മോക്ഷധർമ്മത്തിലേക്ക് നടത്തുന്ന ആ ഉപദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ആ രഘുഗുണ സംവാദവും അവിടെ ഉപസംഹരിക്കുന്നു. ഈ പഞ്ചമസ്കന്ധത്തിൽ ഭാഗവത്തിൻ്റെ ലക്ഷണമായ സ്ഥാനം എന്ന ലക്ഷണമാണ് പറയുന്നത്. ഭൂമി, അതുപോലെ നവഗ്രഹങ്ങൾ, ഓരോ നക്ഷത്രങ്ങൾക്ക് എവിടെയാണ് യഥാസ്ഥാനത്ത് നിൽക്കണം എന്നുള്ള സ്ഥാനത്തെ കൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ പഞ്ചമസ്കന്ധത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ പല സ്ഥലത്തും പല രീതിയിലും പല മഹാത്മാക്കളും ഉണ്ട്. അവരെയൊക്കെ ഹനുമാന്, കിംപുരുഷന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ ഉള്ള ആ മഹാചൈതന്യങ്ങളുണ്ട്. അവരെയൊക്കെ സ്തുതിക്കുകയും
ആ രീതിയിൽ അവരെയൊക്കെ സ്തുതിച്ചതിന് ശേഷം വീണ്ടും ഗ്രഹങ്ങളെ പറ്റിയൊക്കെ സ്തുതിക്കുകയോ ചെയ്യുകയാണ്. അങ്ങനെ ഈ ഭാരത ഖണ്ഡത്തിൽ ഭൂമിയെ പറ്റി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഭൂഗോളത്തെ പറ്റിയൊക്കെ വർണ്ണിച്ച് ഓരോ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഒക്കെ സ്ഥാനം എവിടെയാണോ ആ സ്ഥാനത്ത് യഥാസ്ഥാനത്ത് അവരെ നിർത്തി ആ പരിപാലിക്കുന്ന പരമാത്മ ചൈതന്യം, ആ ബ്രഹ്മ ചൈതന്യം ഓരോ സൂര്യൻ ഒരു സ്ഥലത്ത് നിൽക്കുകയും സൂര്യനെ അനേകം നവഗ്രഹങ്ങളുണ്ട്, കൂടാതെ മറ്റ് നക്ഷത്രങ്ങളൊക്കെ ഉണ്ട്. ആ ഗ്രഹങ്ങൾക്ക് വേണ്ട രീതിയിൽ യഥാസ്ഥാനത്തൂടെ അവരുടെ സഞ്ചാരപഥത്തിൽ കൂടെ സ്ഥാനം തെറ്റാതെ ഇങ്ങനെ കടന്നു നടക്കുകയും അവർ തമ്മിൽ ഒരിക്കലും കൂട്ടിയിടിച്ചു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ആ പരമാത്മ ചൈതന്യം, ആ ചൈതന്യം ബ്രഹ്മചൈതന്യം, അതിനെയാണ് ബ്രഹ്മണെ അനന്തശക്തിയായ ഭഗവാൻ ചെയ്യാത്തതായ കാര്യങ്ങളൊന്നുമില്ല. എല്ലാത്തിനെയും വേണ്ട വിധത്തിൽ വേണ്ട രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് യഥാസ്ഥാനത്ത് ഓരോന്നും വേണ്ടതായ സ്ഥാനത്ത് അവരെ നിർത്തിക്കൊണ്ട് പരിപാലിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ആ മഹാശക്തി തന്നെയാണ് ഭഗവാനായിട്ട് നമ്മൾക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യം തന്നെയാണ്. പക്ഷേ അത് ഭഗവാനാണെന്നുള്ള തോന്നൽ നമുക്കുണ്ടാകുന്നില്ല. ഞാൻ എന്നുള്ള തോന്നലാണ് നമുക്കുള്ളത്. ഞാൻ എന്നുള്ള ഈ ഭൗതിക ശരീരമാണെന്നാണ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നത്. ഈ ശരീരത്തിനുള്ളിൽ നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുകയും ചെയ്യിക്കുകയും ചെയ്യുന്ന ആ ശക്തി പരമാത്മ ചൈതന്യം തന്നെയാണ്. ആ ചൈതന്യത്തിനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും അനുസന്ധാനം ചെയ്യേണ്ടതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് പറയുക. പിന്നെ കുറച്ച് ഈ നരകങ്ങളെയൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് 26-ാമത്തെ അധ്യായത്തിൽ നരകങ്ങളെ പറ്റിയാണ് പറയുന്നത്. 28 നരകങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഈ നമ്മൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവ സമയത്ത് ഉത്സവബലി നടത്താറുണ്ട്. കൊടിയേറ്റും ആറാട്ടുള്ള ക്ഷേത്രത്തിൽ വല്ലപ്പോഴൊക്കെ ഉത്സവബലി കാണും. അങ്ങനെ ഉത്സവബലി സമയത്ത് ആ മാതൃക്കൾ എന്ന് പറഞ്ഞാൽ ശ്രീകോവിലിൻ്റെ തെക്കുഭാഗത്തുള്ള സപ്തമാതൃക്കളുണ്ട്. ആ സപ്തമാതൃക്കൾക്ക് ബലി തൂകിയതിന് ശേഷം അതിൻ്റെ തൊട്ടു പടിഞ്ഞാറായിട്ട് സർവഗ്രഹങ്ങൾക്കുമായിട്ട് ഒരു തൂവലുണ്ട്. അത് അവിടെ ഒരു മുതലയുടെ ആകൃതിയിലാണ്. അങ്ങനെ ആ ശിശുമാര സംസ്ഥാനത്തെ പറ്റിയാണ് പറയുന്നത്. ആ സങ്കല്പത്തിലാണ് അവിടെ ബലി തൂക്കുന്നത്. നമ്മൾ സാധാരണ ബലി തൂകുന്ന സമയത്ത് അങ്ങനെ തൂവിക്കഴിയുമ്പോൾ അങ്ങനെ വരണേ. പക്ഷേ ഇപ്പം എല്ലായിടത്തും ഒരു മുതലയുടെ ഷേപ്പിലോ ചോറ് ഉണ്ടാക്കി വെച്ചിട്ട് അവിടെയാണ് തന്ത്രി ബലി തൂകുന്നത്. അതാ ശിശുമാര സംസ്ഥാനത്തിൻ്റെ സങ്കല്പം. ഈ ഭൂലോകം നിറഞ്ഞു നിൽക്കുന്ന സർവ്വചരാചരങ്ങൾക്കും ബലി കൊടുക്കുന്നു എന്നുള്ള, അവർക്കും ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ആ ശിശുമാര സംസ്ഥാനത്തെ അവിടെ സങ്കല്പിക്കുന്നത്. ഈ നരകങ്ങളെ പറ്റി ചോദിച്ചപ്പം പരീക്ഷിത് മഹാരാജ് ചോദിച്ചപ്പം ശ്രീശുഖ ബ്രഹ്മർഷി പറയുകയാണ്, നമ്മളും കേട്ടിട്ടുണ്ട് ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും അല്ലെങ്കിൽ നരകത്തിൽ പോകും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോയിട്ട് ഒരാളും തിരിച്ചു വന്ന് പറഞ്ഞിട്ടില്ല ഞാൻ സ്വർഗത്തിൽ പോയി അവിടെ ഇന്നതൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ നരകത്തിൽ പോയി അവിടെ ഇന്നതൊക്കെ ഉണ്ടെന്ന് ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മളുടെ ഓരോ കേട്ടുകേൾവിയാണല്ലേ. നമ്മൾ മരിച്ചാൽ നമ്മുടെ ശരീരം ത്യജിച്ചാൽ എങ്ങോട്ടാ പോകുന്നത് നമ്മൾക്കറിയത്തില്ല. നമ്മുടെ കർമ്മഫലം അനുസരിച്ച് ഈശ്വരൻ ഒരു ഗതി നിശ്ചയിച്ചിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ പോകും. അത് എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. അത് നല്ല രീതിയിൽ വരാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും നല്ല കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്താലും അതിന് ശ്രേയസ് ഉണ്ടാകും. അതാണ് നമുക്ക് ശ്രേയസ്കരമായിട്ട് വേണ്ടത്. ഈ നരകങ്ങളുടെ കുറേ 28 നരക എന്ന് പറയുന്നത് താമിശ്രം, അന്ധതാമിശ്രം, രൗരവം, മഹാരൗരവം, കുംഭീഭാഗം, കാലസൂത്രം, അസിപത്രവനം, സൂകരമുഖം, അന്ധകൂപം, കൃമിഭോജനം, സന്ദർശസപ്ത, സൂർമ, വജ്രകണ്ഠകശാൽമലി, വൈതരണി, പൂയോധ, പ്രാണരോധോ, വിശ്വസനം, ലാലാഭക്ഷം, സാരമേയം, ഇങ്ങനെ കുറേ നരകങ്ങളിലൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ നരകങ്ങളിൽ ഏതൊക്കെ നമ്മൾ ജീവിതത്തിൽ എങ്ങനെയായാലും നമ്മളെല്ലാം തെറ്റുകളൊക്കെ നമ്മൾ അറിയാതെ ചെയ്യും. ആ തെറ്റുകൾക്കൊക്കെ ശിക്ഷ നമ്മൾ
ശരീരം വെടിഞ്ഞു ചെല്ലുമ്പോൾ നമ്മുടെ സൂക്ഷ്മദേഹത്തിന് കിട്ടുന്ന ആ ശിക്ഷകളൊക്കെയാണ് ആ നരകത്തിൽ പറയുന്നത്. ഓരോരുത്തർ ഇന്ന തെറ്റുകളൊക്കെ ചെയ്താൽ ഇന്ന നരകത്തിൽ പോകും, വേറൊരു തെറ്റ് ചെയ്താൽ ഇന്ന നരകത്തിൽ പോകും. ഇങ്ങനെ നരകത്തിൻ്റെ ലക്ഷണങ്ങളും ആ തെറ്റുകളുടെയൊക്കെ കാരണം പറഞ്ഞുകൊണ്ട് ആ പഞ്ചമസ്കന്ധം അവിടെ ഉപസംഹരിക്കുന്നു.